വളരെ സന്തോഷം. എന്താണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷം. നമ്മൾ കുറേ നാളുകളായിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇതുപോലെ തിയേറ്ററിൽ വന്ന് ജനങ്ങളോടൊപ്പം ഇരുന്ന് കണ്ട് അവരുടെ അഭിപ്രായം അറിയുമ്പോഴാണ് നമുക്ക് ഹാപ്പി ആവുന്നത്. ഇതുപോലെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയാവും. അപ്പോൾ അത്ര ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണാൻ നമ്മൾ തയ്യാറാവുന്നത് തന്നെ. അപ്പോൾ ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ നല്ല അഭിപ്രായം പറയുന്നു. സിനിമയുടെ ഏറ്റവും നല്ലൊരു സമയത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സിനിമകൾക്കും നല്ല സിനിമകൾക്കെല്ലാം നല്ല സ്വീകരണമാണ് പ്രേക്ഷകർ കൊടുക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അത്ര ഉറപ്പ് നമുക്കുണ്ട്. നല്ലൊരു പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ നല്ലൊരു ഒരു വിരുന്നാണ് നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അത് ഇനി എല്ലാവരും തിയേറ്ററിലോട്ട് വന്ന് കാണണം, അതാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, ഫാമിലിയായിട്ട് വന്ന് കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിൽ 100% ഉറപ്പ് തരുന്നു. എന്തോ അത്ര ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിമാണ്. പക്ഷെ ഒട്ടും സിനിമാറ്റിക് ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള 1-2 റിയലിസ്റ്റിക് ഇൻസിഡൻസിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സനൂപ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും മേക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒട്ടും സിനിമാറ്റിക് അല്ലാത്ത ഒരു മൂഡിൽ കൂടെ തന്നെയാണ്. എന്നാൽ ഓരോ നിമിഷവും നമ്മൾ വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫീലാണ് പടം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നമ്മൾ പറയുന്നത് സത്യമാണെന്നുള്ള കാര്യം. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിലേക്ക് വരിക. ഞാനിത് എന്താണ് നമ്മൾ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. വില്ലനാണെങ്കിലും ഹീറോ ആണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. നമ്മൾ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നമ്മളെ എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും പുതുമയായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പം ഈ CID രാമേന്ദ്രൻ റിട്ടയർഡ് SI 100% എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സിനിമ ചെയ്തതും. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ കണ്ട് നിങ്ങളിത് വിലയിരുത്തി നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോഴാണ് എന്താണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ശരിയായിരുന്നോ, അല്ലെങ്കിൽ നമ്മളെടുത്ത ആ ഒരു ജോലിക്ക് ഒരു ഫുൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. അത് എൻ്റെ അടുത്തിരുന്നൊരു ഫാമിലിയാണ് എൻ്റെ അടുത്തിരുന്നത്. അപ്പോൾ ആ പയ്യൻ ആദ്യം എന്നോട് ചോദിച്ചു, ഇന്നയാളല്ലേ ഒന്ന് ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആണോ. ഞാൻ പറഞ്ഞത് കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പയ്യന് മനസ്സിലായി അയാളല്ല എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോളൊരു ചോദിച്ചു, ഈ മറ്റേ ആളാണോ എന്ന് ചോദിച്ചു. ആ മോളെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോള് കാണ് എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റായപ്പോൾ അവരാരും വിചാരിക്കാത്ത ഒരാൾ. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഇത് ഇയാളാണോ അയാളാണോ എന്നിങ്ങനെ അത് നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു സിനിമ എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഫാമിലിയായിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, എൻഗേജ്ഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ചെയ്തിരിക്കുന്ന സിനിമകളല്ല ജീത്തു സാറിനെയാണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമകളുടെയൊക്കെ. അപ്പോൾ നേരെ ജീത്തു സാറിന് ശേഷം ഒരാൾ വന്നോ എന്ന് ഞങ്ങൾ താങ്കളാണല്ലോ. അല്ല അങ്ങനെ വിചാരിച്ചാൽ എന്താ തെറ്റ്? അങ്ങനെ ആണെന്ന് പറ. അങ്ങനെയല്ലെന്ന് പറയരുത്. ആയിട്ടില്ലെന്നല്ല, അല്ല ഒട്ടും. ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഒരുപാട് സന്തോഷം. ചോദിക്കുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് പടം ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? കാരണം ഒത്തിരിയധികം ത്രില്ലർ സ്റ്റോറീസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ മനസ്സിലുണ്ടായിരുന്നു? കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് ഒരുപാട് ഓവർ എക്സാജറേറ്റഡ് അല്ലാത്ത രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഏകദേശമൊക്കെ കൊള്ളാമെന്ന് എല്ലാവരും പറയുന്നു. രണ്ടാം ഭാഗം കാണുമായിരിക്കും അല്ലേ? തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവട്ടെ. വലിയ രീതിയിലൊരു രണ്ടാം ഭാഗം നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും. താങ്ക് യു. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അതെ, അത് എപ്പോഴും ആസ് എൻ ആക്ടർ നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന പടത്തിൽ സനൂപ് ഈ റോള് ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അത് കുറേ ഇൻ്റർവ്യൂസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ ചോദിക്കുമായിരുന്നു, അതെന്താ സനൂപ് എങ്ങനെയെന്ന്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ആ ക്യാരക്ടറിൻ്റെ ഒരു വെയിറ്റേജും മൊത്തത്തിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴും ഞാനിങ്ങനെ ഓക്കെ ഇതെങ്ങനെ വരും എന്ന് ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നാണ് കാണുന്നത്. ഞാനും നിങ്ങളുടെ കൂടെയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വെയിറ്റേജൊക്കെ എനിക്ക് ശരിക്കും ഒന്നും കൂടെ ഇപ്പോഴാണ് മനസ്സിലായത്. എന്നത് അവിടെ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ. താങ്ക് യു. എല്ലാവരോടും സിനിമ കാണൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. സിനിമ കാണൂ, ഞങ്ങളെ കുഞ്ഞു പടത്തിനെ സപ്പോർട്ട് ചെയ്യും. റിട്ടയർഡ് രാമചന്ദ്രൻ സൂപ്പറാണേ. ശരിക്കും നല്ലൊരു കഥാപാത്രം. അതേപോലെ തന്നെ കേസ് അന്വേഷണം നമ്മൾ എന്താ പറയുക ഒരു കണക്കോട് കൂടി കൊണ്ടുപോകുന്നുണ്ട്, കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും നല്ലൊരു മൂവി.
ത്രില്ലർ മൂവിയാണ്. അതായത് ഭയങ്കര സസ്പെൻസ് ആയിരിക്കും. കൈയടിച്ച് പോകും, പല ഭാഗങ്ങളിലും കൈയടിച്ച് പോകും. കാരണം ഒരിടത്ത് നമുക്കൊരു ഇൻസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതേ ലൊക്കേഷൻ ചെന്നിട്ട് കയ്യടി വാങ്ങാന്ന് പറയില്ലേ, നമ്മൾ ഇൻസൾട്ട് ചെയ്ത ആൾക്കാരുടെ മുമ്പിൽ നമ്മളൊരു കയ്യടി വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫിൽ നമ്മൾ ഏറ്റവും അടുത്ത് അറിയുന്ന അല്ലെങ്കിൽ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒഴിവാക്കിയിട്ട് പിന്നീട് നമ്മളൊരു സ്ഥാനത്തെത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു കയ്യടി നമുക്കൊരു അംഗീകാരം കിട്ടുമ്പോഴത്തേക്കും അതേ ആൾക്കാരുടെ മുമ്പിൽ ഒരു അഭിമാനം തോന്നും. അത് ഈ സിനിമയിൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI, ആ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. നമുക്ക് ഒരുപാട് പോലീസ് കഥാപാത്രങ്ങൾ ഷാജോൻ്റെ പക്കൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്രയും സൗമ്യനായ ഒരു കഥാപാത്രം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ, ഒരു കുടുംബസ്ഥനായ ഒരു കഥാപാത്രം വളരെ ത്രില്ലിങ്ങോടുകൂടി നമുക്ക് ഒരു സിനിമ എത്രത്തോളം സക്സസ്സായി നമുക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഷാജോൺ തെളിയിച്ചിരിക്കുകയാണ്. CID രാമചന്ദ്രൻ നല്ലൊരു മൂവിയാണ്. കാരണം കലാഭവൻ ഷാജോന് ദൃശ്യം എന്ന സിനിമയിൽ ഒരു വെറുക്കപ്പെട്ട പോലീസുകാരനാണെങ്കിൽ ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പോലീസുകാരനാണ്. കാരണം അദ്ദേഹം ആ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഡയറക്ടറിൻ്റെ ഇതിൽ അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് ആ റോള് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്.